ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് എന്തായാലും വരും എന്ന് ഉറപ്പുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാഠമായിട്ടുള്ള ഹവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഡിസ്കോഴ്സസ് ബേസ്ഡ് ഓൺ ലെസൺസ്. ഹാഫ് ഡേ എന്ന് പറയുന്ന പാഠഭാഗം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. First, the little boy in the story, half a day, was very confused. He could not make out why it was necessary to attend school. He jots down his thoughts in his diary the nights previous to the school opening day attempt his diary. അപ്പോൾ കുട്ടിയുടെ ഡയറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡയറി എഴുതേണ്ട ഫോമൊക്കെ പഠിക്കുക കേട്ടോ. അതൊക്കെ എക്സാമിന് വരുന്ന ഉറപ്പുള്ള ഭാഗങ്ങളാണത്. അപ്പോൾ സൺഡേ 10 PM എന്നിട്ട് ഡയറി കൊടുത്തിട്ടുണ്ട് ഇവിടെ. നെക്സ്റ്റ് എന്താണ്, ദ ബോയ് ആൻഡ് ഹിസ് മദർ ടോക്സ് അബൌട്ട് ദ സ്കൂൾ ഓപ്പണിംഗ് ഡേ. അല്ലേ, സ്കൂൾ ഓപ്പണിംഗ് ഡേയെ കുറിച്ചിട്ട് ബോയും മദറും കൂടി ടോക്ക് ചെയ്യാണ്. പ്രിപ്പയർ എ കോൺവെർസേഷൻ, ഒരു കോൺവെർസേഷൻ തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. മദറും ബോയും തമ്മിലുള്ള കോൺവെർസേഷൻ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്താണ് കണ്ടൻറ്റ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ കോൺവെർസേഷൻ ആയാലും ഡയറി ആയാലും ഒക്കെ എഴുതാൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് റീഡ് ചെയ്ത് മനസ്സിലാക്കുക കേട്ടോ. ദ ബോയ് ഫ്രം ദ സ്റ്റോറി ഹാഫ് എ ഡേ റൈറ്റ്സ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് അബൌട്ട് ഹിസ് ആൻസൈറ്റീസ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. പ്രിപ്പയർ ദ ലെറ്റർ. അപ്പോൾ ലെറ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ പാഠഭാഗത്തുള്ള ബോയുടെ സ്റ്റോറി വെച്ചിട്ട് അവിടെ ഫ്രണ്ടിന് സ്കൂളിൽ പോകാനുള്ള ആൻസൈറ്റീസിനെ കുറിച്ചിട്ട് ഒരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലെറ്റർ എഴുതുന്ന ഫോമൊക്കെ മനസ്സിലാക്കുക. അബു ഖുദ, ഡേറ്റ്, ഡിയർ അനുഷ്, ഫ്രണ്ടിൻ്റെ പേര് കൊടുക്കുക. എന്നിട്ട് പറഞ്ഞിട്ടുള്ള ആദ്യം നമ്മൾ എന്ത് ചെയ്തിട്ട് ഹാസ് ബീൻ എ ലോങ് ടൈം സിൻസ് വി മെറ്റ്, ഹൗ ആർ തിങ്സ് ഗോയിങ് ദ, ആർ യു ഇൻ ഫുൾ സ്പിരിറ്റ്സ്. അത് നമ്മൾ സുഖവിവരങ്ങൾ അന്വേഷിച്ചിട്ടല്ലേ കത്തിൽ, അത് കൊടുക്കുക. പിന്നെ നമ്മൾ എന്താണ് സബ്ജക്റ്റ് തന്നിട്ടുള്ളത് അതിനെക്കുറിച്ചിട്ട് എഴുതുക. പിന്നെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുക. അങ്ങനെയാണ് ഒരു ലെറ്ററിൻ്റെ ഫോം ഉള്ളത് കേട്ടോ. അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എക്സാമിന് പോവാം. ദ ബോയ് ഇൻ ദ സ്റ്റോറി ഈസ് വെരി ഇൻക്വിസിറ്റീവ്. ഹി ആസ്ക്സ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ടു ഹിസ് ഫാദർ. പ്രിപ്പയർ ഹിസ് ക്വസ്റ്റ്യനെയർ. അല്ലേ, കുറേ ക്വസ്റ്റ്യൻസ് ആ കുട്ടി അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ്. എന്തെല്ലാം ചോദിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനെയേഴ്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വൈ ആം ഐ സെൻറ്റ് ടു എ സ്കൂൾ? Would they punish me? Would I be able to make friends? Will the kids play with me? Would you stay back until I leave the school? Why is it important to attend school? Can't we grow if we didn't go to school? അല്ലേ, ഇത്രയും ക്വസ്റ്റ്യനേഴ്സാണ്. നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്, ദ ബോയ് ഇൻ ദ സ്റ്റോറി ഹാഫ് എ ഡേ ഈസ് വെരി ഇന്നസെൻറ്റ്, ഇൻക്വസിറ്റീവ് ആൻഡ് ക്യൂരിയസ്. പ്രിപ്പയർ ഹിസ് ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ ആ കുട്ടിയെ നിങ്ങൾക്ക് ആ പാഠം മനസ്സിലാക്കിയാൽ മനസ്സിലാവും കുട്ടി ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടും ക്യൂരിയോസിറ്റി ആയിട്ടും ആണ് ഉള്ളത് അല്ലേ. ആ ചാപ്റ്ററിൽ ഹാഫ് എ ഡേ എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ അവനെ കുറിച്ചിട്ടുള്ള അവൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. The boy who is the protagonist of the story, half a day, seems handsome and energetic in his new clothes, the black shoes, the green school uniform and the red tarbush. He had mixed delight in his new clothes. The boy from the story half a day is a nice observe. അങ്ങനെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് റീഡ് ചെയ്ത് പഠിക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. എ ബോയ് അപ്രോച്ച്ഡ് ദ ലിറ്റിൽ ബോയ്, ദ പ്രൊട്ടഗോണിസ്റ്റ് ഓഫ് ദ സ്റ്റോറി ഓൺ ഹിസ് ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ദേ ഹാഡ് എ കോൺവെർസേഷൻ. പ്രിപ്പയർ വീണ്ടും ഒരു കോൺവെർസേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ദ ബോയും. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഒന്ന് റീഡ് ചെയ്ത് മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ദ ബോയ് ഗ്രോസ് അപ്പ് ഇൻ ടു എ ഓൾഡ് മാൻ. ഹീ ഈസ് വെയിറ്റിംഗ് അറ്റ് ദ ക്രോസ് റോഡ്സ് ടു റീച്ച് ഹിസ് ഹോം, ബട്ട് എവറിത്തിങ് സീംസ് ചേഞ്ച്ഡ് ഫോർ ഹിം. ഹീ ജോട്ട്സ് ഡൗൺ ഹിസ് തോട്ട്സ് ഇൻ എ ഡയറി. പ്രിപ്പയർ ദ സെയിം. അല്ലേ, ഒരു ഡയറി എഴുതാനാണ് വീണ്ടും തന്നിട്ടുള്ളത്. മൺഡേ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരു കണ്ടൻറ്റ് ഉൾപ്പെടുത്തിയിട്ട് ഞാനിവിടെ ഒരു ഡയറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം വായിക്കാൻ എക്സാമിന് പോകുമ്പോഴൊക്കെ. ഇതൊക്കെ ഒരു മോഡൽസും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സെയിം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കണ്ടൻറ്റ് മാറ്റിയിട്ടൊക്കെ ആൻസർ എഴുതാൻ പറ്റും. നന്നായിട്ട് റീഡ് ചെയ്യുക കേട്ടോ. റീഡ് ചെയ്തിട്ട് മാത്രം റൈറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഡയറിൻ്റെ ഫോം. ഇനി അടുത്തത് പ്രിപ്പയർ ദ പ്രൊഫൈൽ ഓഫ് നഗീബ് മെഹ്ഫൂസ്. അതിൻ്റെ ഒരു പ്രൊഫൈൽ തന്നിട്ടുണ്ട് അല്ലേ അവിടെ. അത് വെച്ചിട്ട് ഒരു പ്രൊഫൈലിൻ്റെ ഇൻസ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒരു പ്രൊഫൈൽ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ബോൺ 11 ഡിസംബർ 1911, പ്ലേസ് കാരിയോ ഈജിപ്റ്റ്, ഒക്യുപ്പേഷൻ കൊടുത്തിട്ടുണ്ട്, മേജർ വർക്ക് ചിൽഡ്രൻസ് ഓഫ് അവർ അലൈ ദ ഹറാഫിഷ് അവാർഡ് എന്തൊക്കെ കിട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്, ഡെത്ത് കൊടുത്തിട്ടുണ്ട്, മരിച്ചത് എന്നാന്ന് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രൊഫൈൽ തയ്യാറാക്കാനാണ് നഗീബ് മെഹ്ഫൂസിൻ്റെ പ്രൊഫൈൽ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. സ്കൂൾ ഈസ് എ ഫാക്ടറി ദാറ്റ് മേക്ക് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. ദ ഫാദർ ഇൻ ദ സ്റ്റോറി എക്സ്പ്ലെയിൻസ് ടു ഹിസ് സൺ. പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഓൺ ദ സെയിം. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്കൂൾ ആർ ഗേറ്റ് വേ ഫോർ നോളജ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് റീഡ് ചെയ്ത് മനസ്സിലാക്കി എഴുതുക. You have gone through the story Half a Day by Nagir Mahfouz. You are really overwhelmed by the transitions the boy had in this story. Narrate the story to your grandmother. A couple of days back I have read this beautiful. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക, ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എക്സാമായിട്ട് നമ്മൾ ഈ പാഠത്തിൽ ഫസ്റ്റ് പാഠത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്നതാണ്. എക്സാമിൻ്റെ മുന്നേ ഇതൊക്കെ മനസ്സിലാക്കുക, പാഠഭാഗം നന്നായിട്ട് വായിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫുൾ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട പാഠഭാഗങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ വീഡിയോസും എക്സ്പ്ലനേഷനൊക്കെ ഇടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ ബൈ.